അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ടേ. അപ്പം നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുക ഒരു കാര്യത്തിനെക്കുറിച്ച്, ഒരു ഇൻട്രസ്റ്റ് തോന്നിയാൽ ആ ഇൻട്രസ്റ്റ് തോന്നുന്ന കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായൊരു കടമയാണെന്ന് പറയുന്നത്. അതായത് നമ്മുടെ മാനസിക സന്തോഷം തരുന്ന കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യണം. ഇപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, അജിത്ത് എന്തിനാ ഇങ്ങനെ എരുമകളെ മേടിക്കുന്ന അല്ലെങ്കിൽ കിടാവിനെ മേടിക്കുന്നു, പശുവിനെ വളർത്തുന്നു, കറക്കുന്നു, അല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കാര്യങ്ങൾ. അപ്പോൾ നോർമലി നമ്മൾ വലിയ ഇതൊന്നുമില്ല, അത് നമ്മൾ നോർമലി നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സുകൊണ്ട് തോന്നുന്ന നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതെന്താണോ അതിനെ നമ്മൾ ഫോളോ ചെയ്യുകയും അതിനെ നമ്മൾ ഫില്ലപ്പ് ചെയ്യുകയും ചെയ്യണം. ബ്ലാങ്ക് ആയിട്ടുള്ള ലൈൻസ് ഉണ്ട്, ആ ലൈൻസ് നമ്മൾ ഫില്ലപ്പ് ചെയ്തു. നമുക്ക് എപ്പോഴും വിഷമമുണ്ടാകുന്ന നമ്മുടെ പെറ്റ്സ്, അത് നമ്മൾ വളർത്തുന്ന ഡോഗ്സ് ആയാലും ശരി, ഒരു താറാവായാലും ശരി, കോഴിയായാലും ശരി, നമ്മുടെ പശു ആയാലും ശരി, ആ തരത്തിലുള്ള എല്ലാ പക്ഷി മൃഗാദികളും അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് ഭയങ്കരമായ വിഷമം തോന്നും. ഇന്നലെ വൈകിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനും നമ്മുടെ നിലയ്ക്കലത്ത് മോഹനൻ ചേട്ടനുമായിട്ട് ഒരെണ്ണം വരെ പോയിട്ട് തിരിച്ചല്ലേ മോഹനൻ ചേട്ടാ, നമ്മൾ പോയിട്ട് വരുന്ന സമയത്താണ് ഓരച്ചെണ്ണനെ എടുത്തിരിപ്പുണ്ട്. അപ്പോൾ പോയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ പള്ളിമുക്ക് ജംഗ്ഷനിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എൻ്റെ കാറ് കണ്ടിട്ട് കൈ കാണിച്ച് നിർത്തി. അവിടെ ആരെ കൈ കാണിച്ച് നിർത്തി? നമ്മുടെ ബാബുച്ചായൻ്റെ, നമ്മുടെ ഇലക്ട്രിക്കൽ അല്ല, നമ്മുടെ ഇലക്ട്രിക്കൽ വെൽഡിങ് നടത്തുന്ന വർക്ക്ഷോപ്പിലെ ബാബുച്ചായൻ്റെ വീട് അവിടെ ഉണ്ട്, നമ്മുടെ മുരളി റേഡിയോ സൗണ്ട്സിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് ബാബുച്ചായൻ്റെ മകൻ ഓടി വന്നു, കൈ കാണിച്ചു. എൻ്റെ കാറ് കാണുമ്പോൾ പുള്ളിക്കറിയാം, കാറ് കൈ കാണിച്ച് നിർത്തി. അയ്യോ ഇതേട്ടാ പെട്ടെന്നൊന്ന് പറഞ്ഞത്, ഏട്ടാ നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലെ ഒരു കിടാവ് ഭയങ്കരമായിട്ട് വയറ് വീർത്ത് കിടക്കുന്നു, അതിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, ഡോക്ടറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആ അവസ്ഥയിലാണ് നമ്മുടെ. അപ്പം ഞാൻ ചോദിച്ചു, മോനെ ഞാൻ ഡോക്ടർ അല്ലല്ലോ എന്ന് ചോദിച്ചു. അല്ല ഇതേട്ടന് ഇത്രയും വളർത്തിയൊക്കെ കാര്യങ്ങൾ ശരി, എനിക്ക് കാര്യങ്ങൾ എൻ്റെ പശു അല്ലെങ്കിൽ എൻ്റെ ഒരു കിടാവായിരുന്നെങ്കിൽ ഞാൻ ചെയ്യേണ്ടുന്ന ഇഞ്ചക്ഷൻസോ നിങ്ങൾക്കറിയാം, ഒരു പക്ഷേ ഞാൻ കുതിരയൊക്കെ ഉള്ള സമയത്ത് വെയിൻ ഇഞ്ചക്ഷൻ വരെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഞാൻ വളർത്തുന്ന സാധനമാണെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യത്തുള്ളൂ, അതല്ലാത്ത രണ്ടാമതൊരാൾക്ക് അത് ചെയ്ത് കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ അത് മരിക്കാറായി കിടക്കുന്നൊരു സാധനമായിരിക്കും, നമ്മളത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നാളത്തെ കുറ്റങ്ങൾ മൊത്തം നമ്മുടെ ഭാഗത്താണ്. എന്ന് വെച്ചാൽ അജിത്ത് അത് ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയും. വയറ് വീർത്ത് മുറ്റി അതിനെന്തോ അവർ അഴിച്ചു കെട്ടി. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ഫുഡാണ് അതിന് കൊടുത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഫുഡൊന്നും കൊടുത്തില്ല, അഴിച്ചു കെട്ടിയതായിരിക്കാം, അഴിച്ചു കെട്ടിയ സമയത്ത് എന്തെങ്കിലും അവർ അത് തിന്നതായിരിക്കാം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടോ? ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്, കിട്ടുന്നില്ല, ഇതാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ നമ്മുടെ ഈ തൊട്ടാവാടി മുള്ളു പോലെ ആനമുള്ളെന്ന് പറഞ്ഞ സാധനമുണ്ട്, തൊട്ടാവാടി മുള്ളു പോലെ കുറച്ചുകൂടെ വലുപ്പമായിട്ടുണ്ടായിരിക്കും, അത് പശുക്കളോ അല്ലെങ്കിൽ നമ്മുടെ മൃഗങ്ങളോ കഴിച്ചാൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഡെത്ത് സംഭവിക്കും. പക്ഷേ എനിക്ക് നാളെ ഒരു പഴി കേൾക്കാൻ വയ്യ, അത് മരിക്കാറായി കിടക്കുന്നൊരു, അതിന് മൃതപ്രായമായി, അത് യാതൊരു സംശയവും വേണ്ട, അത് മരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് ആ സമയത്ത് നമുക്കൊരു ഡോക്ടറെ കിട്ടിയിരുന്നെങ്കിൽ ആ കിടാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റും. പക്ഷേ അതിന് ആ ഡോക്ടറെ നമുക്ക് കിട്ടുന്നത്, അവർക്ക് കിട്ടിയത് ഏകദേശം ഒരു 2-2.5-3 മണിക്കൂറിന് ശേഷമാണ് ആ ഡോക്ടറെ കിട്ടുന്നത്. ആ ഡോക്ടർ വന്നു, എന്തോ ചെയ്തു, പക്ഷേ ആ കിടാവ് പോയി. അപ്പോൾ ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് എൻ്റെ എരുമക്കിടാവുമായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഞാൻ നോക്കി അവിടെ കിടാവുണ്ടോ എന്ന്. നല്ല സുന്ദരൊരു കിടാവ് കേട്ടോ, ആ കിടാവ് പക്ഷേ അവിടെ ഇല്ല. അപ്പോൾ ഇന്ന് മോഹനച്ചേട്ടൻ വന്നു ചോദിച്ചു, മോഹനച്ചേട്ടൻ അവിടെ അന്വേഷിച്ചിരുന്നു, അത് ഉണ്ടോ? അത് ഡോക്ടർ വന്നിരുന്നു. അപ്പോൾ ഡോക്ടർ വന്നിരുന്നു, പക്ഷേ രക്ഷിക്കാൻ പറ്റിയില്ല, ടൈം ഓവറായിപ്പോയി, അത് ഡെത്തായി. ആ സ്ത്രീക്ക് എന്തുമാത്രം സാമ്പത്തിക നഷ്ടമായി, സാമ്പത്തിക നഷ്ടത്തിനേക്ക് അപ്പുറത്തേക്ക് അവർക്ക് എന്തുമാത്രം മാനസിക വിഷമം അതിനുണ്ടായിക്കാണും. അപ്പോൾ നമ്മുടെ ഈ വെറ്റിനറി സംവിധാനങ്ങൾ മൊത്തം മാറണം. നമുക്കൊരു നൈറ്റ് ഡ്യൂട്ടി ഡോക്ടർ നമ്മുടെ മനുഷ്യന് കിട്ടുന്ന അതേ പരിഗണന ഈ മൃഗങ്ങൾക്കും കിട്ടണമെന്ന്. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? എനിക്കങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും, കുറച്ച് തിരിച്ചറിവ് മനുഷ്യർക്ക് കൂടുതലാണ്. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ തോന്നുന്ന തിരിച്ചറിവ് നമ്മളെ കാട്ടി കൂടുതൽ മൃഗങ്ങൾക്കാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സാധാരണ ക്ഷീരകർഷകർക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരെന്ത് പ്രതീക്ഷിച്ചായിരിക്കും ആ ഒരു പശുക്കിടാവിനെ വളർത്തിക്കൊണ്ട് വന്നത്? അതിന് സെമൻറ്റ് കുത്തിവെച്ച് ചന പിടിപ്പിച്ച് അതിനെ പാല് കറക്കണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടിയോ അല്ലെങ്കിൽ അതിനെ ചന പിടിപ്പിച്ച് അവർക്ക് നല്ലൊരു വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിൽ വരണമെന്നൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അവർ ആലോചിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പോൾ എല്ലാ പ്രതീക്ഷകളും ആ കിടാവിൽ കൂടെ പോയി. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ ഹൈഗ്രേഡ് കക്ഷികൾക്കൊന്നും ഇത് മനസ്സിലാകത്തില്ല, അവർക്ക് മനസ്സിലാക്കണമെന്നില്ല.
സാധാരണക്കാരുടെ കാര്യമാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയാം. അവർക്കത് ഭയങ്കര ലോസാണ്, അവർക്കൊരു വലിയ തീരാ നഷ്ടമാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് മറക്കാൻ പറ്റത്തില്ല. നമ്മുടെ വെറ്ററിനറി സംവിധാനം നന്നാകണം. നമ്മളൊരു പശുവിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ കൊണ്ട് നമ്മളൊരു വണ്ടി വിളിച്ച് കൊണ്ടുവരുമ്പം ഈ സൈഡ് മറച്ച് വരുന്ന വണ്ടികളൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മളൊരു കട കെട്ടി അതിനെ സേഫായിട്ട് മാറ്റൊക്കെ ഇട്ട് ഇതിനെ നമ്മൾ വളരെ വില കൊടുത്ത് മേടിക്കുന്നതാണ്. അതിനെ മേടിച്ച് വീട്ടിലേക്ക് വരുമ്പം കാണുന്ന പോലീസ് മൊത്തം കൈകാര്യം 1000 രൂപ 2000 രൂപ അവർ ഫൈൻ ചെയ്യും. എനിക്കും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഫൈൻ. നമുക്ക് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി UPയുടെ ആംബുലൻസ് ഏർപ്പെടുത്തി മൃഗങ്ങൾക്ക്. അപ്പം നമ്മളെല്ലാവരും കളിയാക്കിയ ആൾക്കാരാണ് കേരളത്തിൽ. അങ്ങനെയല്ല, ഇതിനെ നമ്മൾ ഒന്നുകിൽ ആംബുലൻസ് എന്ന് ഞാൻ പറയുന്നില്ല, ഒന്നുകിൽ ഇത് പോലീസ് പിടിക്കാത്തൊരു സംവിധാനം ഉണ്ടാകണം. നമ്മൾ ഈ മൃഗങ്ങളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് പേടിച്ച എൻ്റെ ഒരു മക്കടാവിനെ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഇവർ 1500 രൂപ അടച്ചു തന്നാൽ നമ്മുടെ പോയില്ലേ പൈസ. അതുണ്ടാകാൻ പാടില്ല. ഇതിന് ട്രാൻസ്പോർട്ടേഷന് വേണ്ടുന്ന വാഹനം അല്ലെ ആ വാഹനത്തിന് വേണ്ടുന്ന വേലി അടിച്ചിട്ട് നമ്മൾ അവർക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം. ടെസ്റ്റ് ചെയ്ത് കൊടുക്കത്തില്ല. അങ്ങനൊരു സംവിധാനത്തിനകത്തിൽ നമ്മളൊരു വാഹനം ആ തരത്തിൽ നമ്മൾ ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ പശുവോ അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളോ ആ വാഹനത്തിൻ്റെ സൈഡിൽ നിന്ന് ചാടുകയോ കാലിടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. കാല് വെളിയിലേക്ക് ഇട്ടാൽ കാല് പോയാൽ കഴിഞ്ഞില്ലേ ആ പശുവിൻ്റെ കാര്യം ഇല്ലേ. അപ്പോൾ ആ തരത്തിൽ ഓരോ ലൈസൻസുകൾ അവർക്ക് ആ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റണം. ക്ഷീരകർഷകർ അനുഭവിക്കുന്ന ഈ മേഖല അനുഭവിക്കുന്ന ദുരിതങ്ങൾ അതിന് ഭയങ്കരമായ മാനസിക സമ്മർദ്ദത്തിലാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയറിയാം മിൽമയിലൊക്കെ പാല് കുറവാണെന്ന്. അതിനുള്ള ഇൻഷുറൻസുകളില്ല. ഇപ്പോൾ ഇൻഷുറൻസുകൾ നമ്മളെ മൃഗാശുപത്രി വഴിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇൻഷുറൻസുകളില്ല. നമ്മൾ വെളിയിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ വലിയ എമൗണ്ടാണ് അതിനുണ്ടാകുന്നത്. അതിന് സബ്സിഡി ഇല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് ക്ഷീരമേഖലയിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ കർഷകരെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. നമ്മുടെ സർക്കാർ ഇത് ചെയ്യുന്നുണ്ട്, മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട്. അത് പഞ്ചായത്ത് വഴി കൊടുക്കുന്ന പോത്തുകൾ, ശരിക്കും പോത്തുകളെയല്ല കൊടുക്കണത്, പഞ്ചായത്ത് വഴി പശുക്കിടാക്കളെയാണ് കൊടുക്കുന്നത്, എരുമക്കിടാക്കളെ കൊടുക്കണം, പോത്തിനെയല്ല. ഇതിനെ കൊണ്ട് അറക്കാനായി വേണ്ടി നമ്മൾ വളർത്തി ഇങ്ങനെ കൊടുക്കുന്നു. ശരിയാണ്, മീറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാവർക്കും അത്യാവശ്യ ഘടകമാണ്. അത് വേണ്ടുന്ന അവസ്ഥയുണ്ട്. അതനുസരിച്ച് വേറെയാണ്. പക്ഷേ സാധാരണക്കാർക്ക് അതല്ല വേണ്ടുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇപ്പോൾ ഞാനൊരു ശമ്പളക്കാരനാണ്. നമ്മുടെ കൈ നിറച്ച് ശമ്പളം 1-ാം തീയതി 2-ാം തീയതി 1-ാം തീയതി അവധിയാണ്, 2-ാം തീയതി വൈകുന്നേരത്തേക്ക് നമുക്ക് ശമ്പളം കിട്ടും. കൈ നിറച്ച് ശമ്പളം കിട്ടും. പക്ഷേ ഈ കൈ നിറച്ച് ശമ്പളം കിട്ടുന്നതൊക്കെ നമുക്ക് പല അടവുകളും കാര്യങ്ങളും ആയിട്ടൊക്കെ തീർന്നു പോകും. ഞാൻ എപ്പോൾ ചോദിച്ചാലും ഒരു പെട്രോൾ അടിക്കാൻ ചിലപ്പോൾ കാശ് തരുന്നത് എൻ്റെ വൈഫ്. എന്തുകൊണ്ടാണെന്നറിയാം, അവൾക്ക് 2 പശു, 2-3 കറവ പശുവുണ്ട്. അവൾക്ക് എപ്പോഴും അവളവിടെ പൈസ സേവ് ചെയ്യും. ഞാൻ അത്യാവശ്യം വേണ്ടുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ അവളോട് ചോദിച്ചു, എടീ എത്ര ഇനിയും നമ്മുടെ തീറ്റക്കടയിൽ കൊടുക്കാനുള്ള കാശ് വല്ലതും ഉണ്ടോ? ചേട്ടാ 3800 രൂപയാണ്. 3800 രൂപ ശരിയാണ്. ഞാനാണ് അവർക്ക് അയച്ചു കൊടുത്ത് വാട്സപ്പിൽ ബാലൻസ് എത്ര രൂപ കൊടുക്കാനുണ്ടെന്നുള്ള 3800 രൂപയാണ്. 3800 രൂപ. അപ്പോൾ ഞാൻ പറഞ്ഞു, എടീ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തേട്ടെ. ചേട്ടാ വേണ്ട, കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. അത്ര ധൈര്യമായിട്ട് പറയുന്ന സ്ത്രീകൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്നു. അവർ കാർഷിക വൃത്തിയിൽ കൂടാ, അല്ലെങ്കിൽ കോഴിയെ വളർത്തിയോ പശുവിനെ വളർത്തിയോ പാല് വിറ്റോ അവർ കഷ്ടപ്പെട്ടു, അവർക്ക് അവരുടേതായ സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ വീണ്ടും പറയുന്നു, ഇത് നമ്മുടെ വലിയ വലിയ ഹൈഗ്രേഡ് ആൾക്കാർ കേൾക്കുമ്പോഴും അവരുടെ സ്ത്രീകൾ കേൾക്കുമ്പോഴൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അങ്ങനല്ല, അവർക്ക് അവരുടെ സ്വന്തമായൊരു വരുമാനം ഉണ്ടാക്കുന്ന വലിയൊരു സംവിധാനമാണ് നമ്മുടെ കാർഷിക വൃത്തി. നമ്മുടെ പശു, കോഴി, എല്ലാ നമ്മൾ വളർത്തുന്ന എല്ലാ സംവിധാനങ്ങളും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് നമുക്കുണ്ടാകുന്നത്. അത് ഈ സർക്കാർ കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ്. അതവർ ചെയ്യുന്നുണ്ട്, മാക്സിമം ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതിനൊക്കെ ഞാൻ വേറെ വീഡിയോ ഇടാം. രാഷ്ട്രീയം ഇപ്പോൾ പറയാൻ പറ്റിയ ഒരവസ്ഥയല്ല. ഞാൻ ഇങ്ങനെയുള്ള രാഷ്ട്രീയങ്ങളൊക്കെ ഉപയോഗിച്ച ഒരാളാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഇതൊന്നുമല്ല. പക്ഷേ നമ്മുടെ കർഷകർ സംരക്ഷിക്കപ്പെടണം. നെൽകർഷകർ, തോട്ടം കൃഷിക്കാർ, റബ്ബർ കർഷകർ, എല്ലാവരും എല്ലാ സംവിധാനത്തിലും പച്ചക്കറി കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പശു വളർത്തൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന മോനച്ചെന്നെ പോലുള്ള ആൾക്കാരുണ്ട്, എന്നെപ്പോലുള്ള ആൾക്കാരുണ്ട് കേട്ടോ. എൻ്റെ വൈഫൊക്കെ അത് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായി ഞാൻ പലപ്പോഴും ഇനി പശുവിനെ നീന്തിരി കഷ്ടപ്പെടുന്നത് ഞാനും പണ്ട് കറന്നോട്ട് ഈ കൈക്ക് പണ്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് ഇവിടെ ഓപ്പറേഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ കറവ നടത്തിയത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ പെണ്ണപ്പിള്ളയുടെ വിശ്വാസം അതാണ്. ഞാൻ കറക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ 10-12 ലിറ്റർ പാല് കിട്ടുന്ന 9 പശു എനിക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ 9 പശുവിനെ ഞാൻ സ്വയമായിട്ട് കറന്നു കൊടുക്കുന്ന ആളാണ്. ചേട്ടൻ ആ വീഡിയോ ഇട്ടുകൊണ്ട് ചേട്ടൻ ആക്സിഡൻറ്റ് ഉണ്ട്, അതൊക്കെ അവരുടെ തെറ്റിദ്ധാരണകൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നു. നമ്മുടെ ജീവിതാനുഭവങ്ങളാണ് പറയുന്നത്, അല്ല നമ്മുടെ എക്സാജറേഷൻസ് ഒന്നും ഞാൻ പറയത്തില്ല. ജീവിതാനുഭവങ്ങൾ
ആ അനുഭവങ്ങളിൽ കൂടാണ് നമുക്ക് പോകാൻ പറ്റുന്നത്, അല്ലേ? അങ്ങനെ നമ്മൾ ജീവിക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്കായാലും അവർക്ക് നോക്കുന്ന ആ സ്ത്രീയുടെ ആ കണ്ണുനീര് എനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു. ഞാൻ ആ ജോയിച്ചതിൻ്റെ മകൻ അവനോട് ചോദിച്ചില്ലേ, എന്തിനാ മോനെ എന്നെ ഇത് വിളിച്ച് കാണിച്ചേ? എൻ്റെ പശുവാണെങ്കിൽ അത് ചെയ്തു കൊടുക്കും. പക്ഷേ നിങ്ങളിപ്പോൾ വിചാരിക്കുക എന്നിട്ട് എന്താ ഒരു ജീവൻ രക്ഷിക്കാനല്ല ചെയ്യണേ? വേണ്ട, അത് ചെയ്യാൻ പറ്റത്തില്ല. അത് ചെയ്താൽ അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. അവർ നാളെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്താൽ, ഞാനൊരു സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, ഒരു കംപ്ലയിൻറ്റ് കൊടുത്ത് ഇങ്ങേര് വന്നിട്ട് ഇത് ചെയ്തിട്ടാണ് എൻ്റെ പശു ചത്തുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറുപടിയില്ല. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഡോക്ടറെ വിളിച്ചു, അവർ കിട്ടിയില്ല, ടൈമിൽ കിട്ടിയില്ല. എല്ലാ കാര്യങ്ങളും നന്മയായിട്ട് പോട്ടെ. നമ്മൾ സംരക്ഷിക്കേണ്ടുന്നത് ഇവിടുത്തെ കഷ്ടപ്പെടുന്ന ജനങ്ങളെയാണ്, അവരെയാണ് നമ്മൾ സംരക്ഷിക്കുക. അവർക്ക് ഏതൊരു ആവശ്യമുണ്ടെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുക, അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുക, നമ്മുടെ സർക്കാരിന് അതിന് വേണ്ടുന്ന കാര്യങ്ങളുണ്ടാകട്ടെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.